സംസ്ഥാനത്തെ 30 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഫലം വന്നതിൽ 15 LDF-ന് ജയം. 11 വാർഡുകളിൽ UDF വിജയിച്ചു. 2 വാർഡുകളിൽ UDF-ഉം 1 വാർഡിൽ LDF-ഉം ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്തെ പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡ് കോൺഗ്രസിൽ നിന്ന് SDPI പിടിച്ചെടുത്തു. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ഫലം വന്നിട്ടുള്ളത് LDF-ന് മുൻതൂക്കം എന്ന തരത്തിലേക്കാണ്, തൊട്ടു പിന്നാലെ UDF ഉണ്ട് എന്നുള്ളതുമാണ് വിശദാംശങ്ങൾ. അനുജ, സംസ്ഥാനത്ത് 28 തദ്ദേശഭരണ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. വോട്ടെണ്ണൽ രാവിലെ 10 മണിക്ക് ആരംഭിച്ചു. ഒടുവിൽ വരുന്ന ഫലസൂചനകൾ അനുസരിച്ച് 13 വാർഡിൽ LDF-ഉം 11 വാർഡുകളിൽ UDF എന്നാണ് ഔദ്യോഗികമായ കണക്ക്. 2 LDF-ഉം 2 UDF-ഉം വീതം ലീഡ് ചെയ്യുന്നതെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ മറ്റു ചില ഫലസൂചനകൾ കൂടി വരാനിരിക്കുന്നു. 3 മറ്റുള്ള കക്ഷികളാണ് ജയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം 30 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ഫലം വന്നതിൽ 15 LDF വിജയിച്ചിരിക്കുന്നു എന്നുള്ളത്. 11 വാർഡുകളിൽ UDF വിജയിച്ചു. 2 വാർഡുകളിൽ UDF-ഉം 1 വാർഡിൽ LDF-ഉം ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് പാങ്ങോട് പുലിപ്പാറ വാർഡ് കോൺഗ്രസിൽ നിന്ന് SDPI പിടിച്ചെടുത്തു എന്ന പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. LDF-ന് മുൻതൂക്കം എന്ന തരത്തിലേക്കാണ് നിലവിൽ ഫലസൂചനകൾ വരുന്നത്. ഒപ്പം തന്നെ ലീഡ് നില പരിശോധിച്ചാൽ 2 വാർഡുകളിൽ UDF ലീഡ് ചെയ്യുന്നു, 1 വാർഡിൽ LDF ലീഡ് ചെയ്യുന്നുണ്ട് എന്നതാണ്